നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും 6th സെമ്മിൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ 6th സെം പരീക്ഷ ഏപ്രിൽ 3 മുതലാണ്. അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി PG 2nd സെമ്മിൻ്റെ വാല്യുവേഷൻ ആരംഭിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി 5th സെമ്മിൻ്റെ വാല്യുവേഷൻ മാർച്ച് 1 ആരംഭിക്കും. മാർച്ച് ലാസ്റ്റിന് റിസൾട്ട് വരും. 2nd സെമ്മിൻ്റെ റിസൾട്ട് കേരള യൂണിവേഴ്സിറ്റി അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗൂഗിളിൽ കയറി നോക്കുമ്പോൾ സൈറ്റ് പുതിയ രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കുറേ സമയമെടുക്കും നിങ്ങൾ പരിചിതമാകാൻ. ഇവിടെ 3 മേളിൽ വരെയുള്ളത് അവിടെ പ്രസ് ചെയ്യുമ്പോൾ ഹോം, എബൌട്ട്, അഡ്മിനിസ്ട്രേഷൻ, അക്കാഡമിക്, അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടും. ഇൻഫർമേഷൻ സെൻറ്റർ കോർണറിനകത്താണ് നമ്മുടെ പ്രസ് റിലീസ്, ന്യൂസ്, നോട്ടിഫിക്കേഷൻസ്, ഓർഡേഴ്സ്, സർക്കുലേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടുന്നത്. അക്കാഡമിക്സിനകത്താണ് അക്കാഡമിക് കലണ്ടർ തുടങ്ങിയ കാര്യങ്ങൾ, അക്കാഡമിക് പ്രോഗ്രാംസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ സിലബസ്, സ്കീം, ഓരോ സബ്ജക്റ്റിൻ്റെ സിലബസൊക്കെ നമുക്ക് അവിടെ നോക്കാം. അവിടെ സെലക്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് നോക്കി ഓരോ സബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ കെമിസ്ട്രി PG ആണെങ്കിൽ അതിൻ്റെ സിലബസുകൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് അലൂമിനി, അഡ്മിഷൻ ആൻഡ് ഫീ, റിസർച്ച്, അങ്ങനെ കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇവിടെ ഓരോ ഫോൾഡർ പോലെ ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ്റെ IQSE, CSS ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം, KU പാഠശാല എന്ന് പറഞ്ഞു അവിടെ കുറേ സബ്ജക്റ്റിൻ്റെ വീഡിയോസ് ഉണ്ട് പഠിക്കാൻ വേണ്ടി. പിന്നെ അഫിലിയേഷൻ പോർട്ടൽ, പ്രൈവറ്റ് രജിസ്ട്രേഷന്, ഡിജി ലോക്കർ, സർട്ടിഫിക്കറ്റ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. റിസൾട്ടൊക്കെ അറിയുന്നത് നമ്മളിവിടെ അവിടെ എക്സാമിനേഷൻ പോർട്ടലൊക്കെ കണ്ടല്ലോ, അവിടെ ഓരോ കാര്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും. റിസർച്ച്, സ്റ്റുഡൻറ്റ് ലൈഫ്, ഇൻഫർമേഷൻ സെൻറ്റർ, അക്കാഡമിക്സ്, അഡ്മിനിസ്ട്രേഷന്, എബൌട്ട്, അക്കാഡമിക്സിനകത്ത് നമ്മൾ കണ്ടു അക്കാഡമിക് കലണ്ടർ, ഡിപ്പാർട്ട്മെൻറ്റ്, ടീച്ചിങ് ഫെസിലിറ്റി, സ്കീം ആൻഡ് സിലബസ്, എക്സാമിനേഷൻ പോർട്ടലുണ്ട്. എക്സാമിനേഷൻ പോർട്ടലിനകത്ത് ടൈം ടേബിൾ, റിസൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ കയറി നമുക്ക് ടൈം ടേബിളും റിസൾട്ടും ഒക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രസ് റിലീസുകൾ നോക്കാം. കേരള യൂണിവേഴ്സിറ്റി പ്രസ് റിലീസാണ്. പരീക്ഷാഫലം. വിദൂര വിദ്യാഭ്യാസം ഓഗസ്റ്റിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം റിസൾട്ട് വന്നു. പരീക്ഷാ ഫീസ് 6ാം സെമസ്റ്റർ ഡിഗ്രിയുടെയാണ്. അതേപോലെ തന്നെ MA, MSc, MCom, പ്രീവിയസ് ആൻഡ് ഫൈനൽ, പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ ഫീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 3ാം സെമസ്റ്റർ PGയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. മാർച്ച് 14 ആരംഭിക്കുന്നത്. അപേക്ഷ ക്ഷണിക്കുന്നു. കേരള യൂണിവേഴ്സിറ്റി 1ാം വർഷ MEd പ്രവേശനത്തിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റ്. പരീക്ഷ പുനഃക്രമീകരിച്ചു. ഫെബ്രുവരി നടത്താനിരുന്ന 2ാം സെമസ്റ്റർ യൂണിറ്ററി LLB പരീക്ഷ മാർച്ച് 18 മുതൽ ആരംഭിക്കുന്നു. ടൈം ടേബിൾ BLISC മേഴ്സി ചാൻസ് ആനുവൽ പരീക്ഷയുടെ മാർച്ച് 1 മുതൽ ആരംഭിക്കുന്നു. ടൈം ടേബിൾ സൈറ്റിൽ വന്നിട്ടുണ്ട്. പരീക്ഷാഫലം. നവംബറിൽ നടത്തിയ PhD കോഴ്സ് വർക്ക് പരീക്ഷയുടെ റിസൾട്ട് വന്നു. മെയിൽ നടത്തിയ കഴിഞ്ഞ വർഷം 1-2 സെമസ്റ്റർ കമ്പൈൻഡ് BTech സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. 3ാം സെമസ്റ്റർ MSc ഫിസിക്സ് മേഴ്സി ചാൻസ് റിസൾട്ട് വന്നു. 3ാം സെമസ്റ്റർ MSc ബോട്ടണി, എത്തനോ ബോട്ടണി ആൻഡ് എത്തനോ ഫാർമക്കോളജി റിസൾട്ട് വന്നു. 3ാം സെമസ്റ്റർ MA എക്കണോമിക്സിൻ്റെ റിസൾട്ട് വന്നു. 5ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് പഞ്ചവത്സര MBAയുടെ റിസൾട്ട് വന്നു. പരീക്ഷാ ഫീസ് 3ാം സെമസ്റ്റർ PG ന്യൂജൻ കോഴ്സിൻ്റെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫെബ്രുവരി 23 പരീക്ഷാഫലം. 3ാം സെമസ്റ്റർ MSc കെമിസ്ട്രി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് റിസൾട്ട് വന്നു. പരീക്ഷാ ഫീസ് മാർച്ച് 18 ആരംഭിക്കുന്ന 1ാം സെമസ്റ്റർ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പരീക്ഷയുടെ ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി MEd പ്രവേശ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഫെബ്രുവരി 23 കണ്ടു. പരീക്ഷാഫലം. വിദൂര വിദ്യാഭ്യാസത്തിൻ്റെ 3-4 സെമസ്റ്റർ BBA റിസൾട്ട്. ഒക്ടോബറിൽ നടത്തിയ 3-4 സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ്, വിദൂര വിദ്യാഭ്യാസം BCA തുടങ്ങിയവയുടെ റിസൾട്ട്.
3 സെമസ്റ്റർ BPEd ദ്വിവത്സര കോഴ്സ് സപ്ലിമെൻ്ററി പരീക്ഷയുടെ റിസൾട്ട് വന്നു. പ്രാക്ടിക്കൽ വൈവ 2ാം സെമസ്റ്റർ ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് പരീക്ഷയുടെ 2ാം സെമസ്റ്റർ MSc കെമിസ്ട്രി, അതേപോലെ തന്നെ 2ാം സെമസ്റ്റർ MSc ബോട്ടണി ന്യൂജൻ പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഡേറ്റ്. ടൈം ടേബിൾ 1ാം സെമസ്റ്റർ BA ഓണേഴ്സിൻ്റെ ജർമ്മൻ ഹ്രസ്വകാല കോഴ്സ് അപേക്ഷാ തീയതി നീട്ടി. പരീക്ഷ മാറ്റിവെച്ചു. ഫെബ്രുവരി 28 നടത്താനിരുന്ന 3ാം സെമസ്റ്റർ BEd ഡിഗ്രി പരീക്ഷ മാർച്ച് 6 മാറ്റി. മാർച്ച് 1, 4 തീയതികളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. 3ാം സെമസ്റ്റർ BEd ഡിഗ്രി പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. പരീക്ഷാഫലം 2, 3 സെമസ്റ്റർ BEd ഫാഷൻ ഡിസൈൻ, 4ാം സെമസ്റ്റർ BEd ഫാഷൻ ഡിസൈൻ പരീക്ഷയുടെ റിസൾട്ടുകൾ വന്നു. 3ാം സെമസ്റ്റർ MSc ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ സ്പേസ് ഫിസിക്സ്, MSc ഫിസിക്സ് വിത്ത് സ്പെഷ്യലൈസ് ഇൻ നാനോ സയൻസ് ന്യൂജൻ പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. 2ാം സെമസ്റ്റർ MBS പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് പ്രാക്ടിക്കൽ. 4ാം സെമസ്റ്റർ BTech പാർട്ട് ടൈം റീസ്ട്രക്ചേർഡ്, അതേപോലെ കാര്യവട്ട യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിൻ്റെ സൂക്ഷ്മ പരിശോധന BCom ആനുവലിൻ്റെ, അതേപോലെ തന്നെ PhD കോഴ്സ് വർക്കിൻ്റെ ഒക്കെ സൂക്ഷ്മ പരിശോധന ഡേറ്റ്. പരീക്ഷാ ഫീസ് 6ാം സെമസ്റ്റർ BA ഓണേഴ്സിൻ്റെ. ടൈം ടേബിൾ ജനുവരി നടത്തിയ 1, 2 സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് BCA വിദൂര വിദ്യാഭ്യാസം റിസൾട്ട് വന്നു. മെയിൽ നടത്തിയ 6ാം സെമസ്റ്റർ BTech പരീക്ഷയുടെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ മൈക്രോ പ്രോസസ്സർ ലാബ്, സിസ്റ്റം സോഫ്റ്റ്വെയർ ലാബ് പ്രാക്ടിക്കൽ ഡേറ്റുകൾ വന്നു. പരീക്ഷാ ഫീസ് 1ാം സെമസ്റ്റർ MCAയുടെ. MG യൂണിവേഴ്സിറ്റി വാർത്തകൾ. MG യൂണിവേഴ്സിറ്റിയിലെ ശുചീകരണ യജ്ഞം വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ്കുമാർ ഉദ്ഘാടനം ചെയ്തു. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം 3ാം സെമസ്റ്റർ BPS, 5ാം സെമസ്റ്റർ BArc, 3ാം സെമസ്റ്റർ BArc, 3ാം സെമസ്റ്റർ BArcൻ്റെ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷകൾ, 1ാം സെമസ്റ്റർ ത്രിവത്സര യൂണിറ്ററി LLBയുടെ, 1ാം സെമസ്റ്റർ ത്രിവത്സര LLBയുടെ മേഴ്സി ചാൻസ് റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെയാണ്. പ്രാക്ടിക്കൽ 1ാം സെമസ്റ്റർ MSc ജിയോളജി, 6ാം സെമസ്റ്റർ IMCA. പരീക്ഷാഫലം 3ാം സെമസ്റ്റർ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, 2ാം സെമസ്റ്റർ MA എക്കണോമിക്സ്, 4ാം സെമസ്റ്റർ MA ഹിന്ദി, 4ാം സെമസ്റ്റർ BVOC വിഷ്വൽ മീഡിയ ആൻഡ് ഫിലിം മേക്കിംഗ്, 2ാം സെമസ്റ്റർ BVOC വിവിധ പ്രോഗ്രാമുകൾ. പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു. 3, 4 സെമസ്റ്റർ PG പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയുടെ പരീക്ഷാ കേന്ദ്രം അനുവദിച്ചു. തൊഴിലുറപ്പ് സോഷ്യൽ ഓഡിറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കണം. സ്പെഷ്യൽ ടീച്ചർ താൽക്കാലിക നിയമനം. പ്രാക്ടിക്കൽ 100 കുടുംബങ്ങൾക്ക് സ്നേഹവീട് ഒരുക്കി MG സർവകലാശാലയിലെ NSS. SC/ST സെൽ യോഗം. പരീക്ഷയ്ക്ക് അപേക്ഷിക്കുക 5ാം സെമസ്റ്റർ BPS, 9ാം സെമസ്റ്റർ IMCA, 1ാം സെമസ്റ്റർ MSc ബയോമെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷന്. ഡിമെൻഷ്യ കെയർ ആൻഡ് കൗൺസിലിംഗ് സീറ്റ് ഒഴിവ്. SC/ST സെല്ലിൻ്റെ ഓൺലൈൻ മീറ്റിംഗ്. ത്രിദിന സെമിനാർ. തൊഴിലുറപ്പും പദ്ധതികളും സോഷ്യൽ ഓഡിറ്റും ശില്പശാല. പ്രാക്ടിക്കൽ 1ാം സെമസ്റ്റർ BA മോഹിനിയാട്ടത്തിൻ്റെ. ടെക്നിക്കൽ അസിസ്റ്റൻ്റ് താൽക്കാലിക നിയമനം. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം 6ാം സെമസ്റ്റർ ഡിഗ്രി പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ പരീക്ഷയ്ക്ക്. 6ാം സെമസ്റ്റർ BVOC പരീക്ഷയുടെ പരീക്ഷാ തീയതി പ്രൈവറ്റ് രജിസ്ട്രേഷൻ PG സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷകളുടെ 3ാം സെമസ്റ്റർ പരീക്ഷകൾ മാർച്ച് 5-നും 4ാം സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ 1-നും ആരംഭിക്കും. ദക്ഷിണ കൊറിയൻ സംയുക്ത ഗവേഷണ പ്രോജക്റ്റിന് MG സർവകലാശാലയിൽ പേറ്റൻറ്റ്. പ്രാക്ടിക്കൽ 1ാം സെമസ്റ്റർ MSc ബയോ ഇൻഫർമാറ്റിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ വന്നിട്ടുണ്ട്. 6ാം സെമസ്റ്റർ CBSS പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. ഡിഗ്രി പരീക്ഷയുടെ 1ാം സെമസ്റ്റർ BVOC അപ്ലൈഡ് അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ. MG സെനറ്റ് വാർഷിക യോഗം മാർച്ച് 26-നാണ്. പരീക്ഷാഫലം 2ാം സെമസ്റ്റർ BPEd. ഡിസംബറിൽ വിജ്ഞാനം പ്രകടിപ്പിച്ച 1ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് മോഡൽ 3യുടെ പ്രാക്ടിക്കൽ പരീക്ഷ. 1ാം സെമസ്റ്റർ BVOC സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ. ഇത്രയാണ് യൂണിവേഴ്സിറ്റി വാർത്തകൾ. താങ്ക് യു.